എ ഗ്രൂപ്പിനോടാണ്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്കും പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ആരോട് പറഞ്ഞു? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ആരോട് പറഞ്ഞു? ദൂതന്മാർ? ആരോട്? അല്ല, വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അപ്പോസ്തലന്മാരോട് പറഞ്ഞു. എത്ര പേരുള്ള ഒരു സഹോദര സംഘത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് പത്രോസ് പ്രസംഗിച്ചത്? എത്ര പേരുള്ള ഒരു സഹോദര സംഘത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് പത്രോസ് 120 കറക്റ്റ്. എ ഗ്രൂപ്പിനോടാണ്. യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ആര് മുഖാന്തരമാണ് തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായി തീർന്നത്? ദാവീദ്. അടുത്ത ബി ഗ്രൂപ്പിനോട്. അക്കൽദാമ എന്ന പദത്തിന്റെ അർത്ഥം? പത്രോസ് എത്ര പേരുടെ കൂടെ നിന്നുകൊണ്ടാണ് ഉറക്കെ പറഞ്ഞത്? പോയി. ബി ഗ്രൂപ്പ് പറ. ഒറ്റവട്ടം ഞാൻ ചാൻസ് എന്ന് പറഞ്ഞു. ഒറ്റവട്ടം. പത്രോസ് 11 പേരോട് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു ആലോചിച്ച് പറയണമെന്ന് പറഞ്ഞു. ആലോചിച്ച് ഒറ്റവട്ടേ പറയാൻ ഞാൻ പറഞ്ഞു. 11 പേരോട് കേട്ടോ. ഈ യേശുവിനെ നിങ്ങൾക്ക് ആരാടാ? അല്ലല്ല, അവരോടാ. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു എന്ന ഈ വാക്യം ഏത് അധ്യായത്തിൽ എത്രാമത്തെ വാക്യം? ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. ഈ വാക്യം ഏത് അധ്യായത്തിൽ എത്രാമത്തെ വാക്യം? ബി ഗ്രൂപ്പാണ് പറഞ്ഞത്. ബി ഗ്രൂപ്പിനോടാ. ഏല്ല, അറിയാമോ? ടൈം കഴിഞ്ഞു. 2:32 കറക്റ്റ്. സമയം ലോങ് ആയിപ്പോ കേട്ടോ. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കാം എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞതാര്? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞത് ആര്? ഞാൻ പറഞ്ഞു ആലോചിച്ച് പറയണമെന്ന് പറഞ്ഞു. ഒരു ചാൻസ് കഴിഞ്ഞു. അറിയാമെങ്കിൽ പറ. ഒരു ചാൻസ് ഇത് അറിയാമെങ്കിൽ പറ. ഇല്ല, കഴിഞ്ഞു. പറ. ദാവീദ്. ഞാൻ പറഞ്ഞല്ലോ, ഉറക്കെ പറയാൻ പറഞ്ഞു. ഇല്ലില്ല. നിങ്ങളോടാണേ. ആരോടാ? ബിയോട്. പഠിപ്പില്ലാത്തവരും സാമാന്യവുമായ മനുഷ്യനെ എന്ന് വിശേഷിപ്പിച്ചത് ആരെ കുറിച്ച്? പഠിപ്പില്ലാത്തവരും സാമാന്യമായ മനുഷ്യന്. പത്രോസും യോഹന്നാനും. അത് എ ഗ്രൂപ്പിനോട്. പത്രോസ് സൗഖ്യമാക്കിയ മുടന്തിന് എത്ര വയസ്സായിരുന്നു? പോയിന്റ് ഇവിടെ കൊടുക്കും. എത്ര? അവ 40 അധികം പറഞ്ഞു. എ ഗ്രൂപ്പിന് പോയിന്റ് പോയി കേട്ടോ. ആൻസർ പറയരുത്, ചോദിക്കുന്നവർ മാത്രമേ പറയാവൂ. അടുത്ത എ ഗ്രൂപ്പിനോട്. അപ്പോസ്തലന്മാർ മഹാശക്തിയോട് എന്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു? അപ്പോസ്തലന്മാർ മഹാശക്തിയോട് എന്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു? പോയി, ചാൻസ് പോയേ. ബി ഗ്രൂപ്പ്. അപ്പോസ്തലന്മാർ മഹാശക്തിയോട് എന്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു? അറിയോ? ഇല്ല. യേശുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച്. അതോ ഞാൻ ഉറക്കെ പറഞ്ഞു കേക്കണ്ടേ? പറയണ്ടേ? അടുത്ത എനിക്കാ. അടുത്ത ബി ഗ്രൂപ്പിനോടെ. ബർന്നബാസ് എന്ന പേരിന്റെ അർത്ഥം അറിയായിരിക്കും?
ഓക്കെ. മഹാപുരോഹിതന്മാരും അവന്റെ എയോടല്ലേ? അടുത്ത ഗ്രൂപ്പ്. ആ. മഹാപുരോഹിതന്മാരും അവന്റെ പക്ഷക്കാരും അപ്പോസ്തലന്മാരെ പൊതു തടവിലാക്കിയത് എന്ത് നിമിത്തം? ക്വസ്റ്റ്യൻ കേട്ടോണം. മഹാപുരോഹിതന്മാരും അവന്റെ പക്ഷക്കാരും അപ്പോസ്തലന്മാരെ പൊതു തടവിലാക്കിയത് എന്ത് നിമിത്തം? പോയി ഒരു ബി ഗ്രൂപ്പ്. എന്ത് നിമിത്തം? അല്ല, പറഞ്ഞോട്ടെ. അസൂയ നിമിത്തം. അതെ, ആരോടാ? കാരാഗ്രഹവാതിൽ തുറന്ന് അപ്പോസ്തലന്മാരെ പുറത്തു കൊണ്ടുവന്നതാര്? അറിയെങ്കിൽ ഉറക്കപ്പറ. കർത്താവിന്റെ ദൂതൻ. ആ, അടുത്ത ബി ഗ്രൂപ്പിനോട്. കർത്താവിന്റെ ദൂതൻ. സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മ ഉപദേഷ്ടാവ് ആര്? ഗമാലിയേൽ. അടുത്ത ബി ഗ്രൂപ്പാണ്. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്ന പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു തരും എന്ന് പറഞ്ഞതാര്? ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്ന പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു തരും എന്ന് പറഞ്ഞതാര്? മോശ. വെരി ഗുഡ്. കുപ്രദീപുകാരനായ യോസഫിന് അപ്പോസ്തലന്മാർ വിളിച്ച മറുപേരെന്ത്? അടുത്ത നിങ്ങളാണ്. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അല്ല, മഹാപുരോഹിതൻ. അടുത്ത ആരോടാ? ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. ആരോട് പറഞ്ഞു? ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. ആരോട് പറഞ്ഞു? ബി ഗ്രൂപ്പാണ്. അതുപോലെ ബി ഗ്രൂപ്പ് അറിയോ? ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. ആരോട് പറഞ്ഞു? ജനത്തോട്. പറഞ്ഞോട്ടെ, അറിയാവോ? ഗമാലിയൽ ന്യായാധിപ സംഘത്തിലെ ഇസ്രായേൽ പുരുഷന്മാരോട്. 5 അപ്പോസ്തലർ 5:35 അതുപോലെ. ഓക്കെ, അടുത്ത ആരാ? ഏത് പ്രവചന പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ എടുത്താണ് പത്രോസ് പെന്തക്കോസ്ത് നാളിൽ കൂടി വന്ന പുരുഷാരത്തോട് സംസാരിച്ചത്? എ ഗ്രൂപ്പിനോട്. ഏത് പ്രവചന പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ എടുത്താണ് പത്രോസ് പെന്തക്കോസ്ത് നാളിൽ കൂടി വന്ന പുരുഷാരത്തോട് സംസാരിച്ചത്? ഏത് പ്രവചന പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ എടുത്താണ് പത്രോസ് പെന്തക്കോസ്ത് അല്ല, യോവേൽ പ്രവചനം. അടുത്ത ആർക്കാ? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി എന്തിനോടാണ് ചേർത്തുകൊണ്ടിരുന്നത്? അടുത്ത ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. എക്ക് ബിക്ക് ആർക്കും അറിയാം. അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ 5 വരെയുള്ള അധ്യായത്തിൽ എത്ര വാക്യമുണ്ട്? 178.